ഫിലിം ഗാരേജിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലെ വിഷയം ദിലീപ് സിനിമകളുടെ OTT റിലീസുകളെ കുറിച്ചാണ്. 2023 വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ദിലീപിൻ്റെതായിട്ട് തിയേറ്ററുകളിലെ വിജയിച്ച മലയാളം സിനിമയാണല്ലോ വോയിസ് ഓഫ് സത്യനാഥൻ. തുടർന്ന് 3 സിനിമകളാണ് വോയിസ് ഓഫ് സത്യനാഥന് ശേഷം ദിലീപ് സിനിമകളായിട്ട് കഴിഞ്ഞ 10 മാസങ്ങൾക്കിടയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയത്. ബാന്ദ്ര, തങ്കമണി, പവി കെയർ ടേക്കർ ഈ 3 സിനിമകളും തിയേറ്ററുകളിലേക്ക് എത്തിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇനിയും OTT റിലീസ് ചെയ്യാത്തത് എന്തുകൊണ്ട് തുടങ്ങിയ ചോദ്യങ്ങൾ എപ്പോഴും നമ്മുടെ കമന്റ് ബോക്സിലാണെങ്കിലും സോഷ്യൽ മീഡിയ പേജുകളിലാണെങ്കിലും കാണാറുള്ള കാഴ്ചയാണ്. ഈ 3 ദിലീപ് സിനിമകളിൽ 2 സിനിമകൾ വലിയ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളാണ്. തങ്കമണി, ബാന്ദ്ര ഈ 2 സിനിമകളുടെയും OTT അവകാശങ്ങൾ ഇനിയും വിറ്റഴിക്കപ്പെട്ടിട്ടില്ല. അജിത് വിനായക ഫിലിംസിന്റെ ബാന്ദ്രയുടെ OTT ബിസിനസ് ചർച്ചകളെല്ലാം തന്നെ നടക്കുന്നുണ്ടോ എന്ന് പോലും ഇനിയും വ്യക്തമല്ല. അതേസമയം തങ്കമണി എന്ന സിനിമ മനോരമ മാക്സ് സ്വന്തമാക്കാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടായിരുന്നതാണ്. എന്നാൽ സിനിമയുടെ ബഡ്ജറ്റ് തന്നെയാണ് വലിയ വിഷയമായിട്ട് പറയുന്നത്. ബഡ്ജറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ സിനിമയുടെ ബിസിനസ് ലാഭകരമാകില്ല എന്നതുകൊണ്ട് ഇനിയും സിനിമയുടെ OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ വിൽക്കാതെ നിൽക്കുകയാണ്. ഇനി ദിലീപ് തന്നെ നിർമ്മിച്ച ഈ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ മറ്റു 2 സിനിമകൾ വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഭേദപ്പെട്ട കളക്ഷൻ നേടിയെടുത്ത ഫാമിലി കോമഡി എന്റർടൈനർ പവി കെയർ ടേക്കറിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ OTT അവകാശങ്ങളിൽ സാറ്റലൈറ്റ് അവകാശങ്ങളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സിനിമ ഡ്രോപ്പ് ചെയ്തു. അതോടൊപ്പം തന്നെ മനോരമ മാക്സ് സിനിമ നിലവിൽ സ്വന്തമാക്കിയെന്ന ഒരു റൂമർ വന്നതായി ഇന്നലത്തെ വീഡിയോയിൽ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ഇപ്പോഴത്തെ അക്കാര്യം ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. പവി കെയർ ടേക്കർ എന്ന സിനിമയുടെ OTT സാറ്റലൈറ്റ് അവകാശങ്ങൾ ഏഷ്യനെറ്റും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും ഒരു ഘട്ടത്തിൽ സ്വന്തമാക്കിയതാണ്. എന്നാൽ അവർ സിനിമ ഉപേക്ഷിക്കുകയായിരുന്നു. നിലവിൽ ഇന്ന് വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം മനോരമ മാക്സ് ആണ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. മഴവിൽ മനോരമയാണ് സിനിമയുടെ സാറ്റലൈറ്റ് അവകാശങ്ങൾ സ്വന്തമാക്കിയിരിക്കുന്നത്. ഇതിനിടയിൽ ദിലീപിനെ കൈവിട്ടോ ഏഷ്യനെറ്റും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും എന്നൊരു ചോദ്യം ശക്തമാണ്. കാരണം പവിയുടെ പ്രൊമോഷന് വേണ്ടിയും ഒപ്പം തന്നെ ഹോട്ട്സ്റ്റാറും ഏഷ്യനെറ്റും സിനിമയുടെ റൈറ്റ് സ്വന്തമാക്കിയെന്നൊരു കാരണത്താലും ബിഗ് ബോസിൽ വരെ മാസങ്ങൾക്ക് മുന്നേ ദിലീപ് എത്തിയതാണോ. ഒപ്പം തന്നെ ആ എപ്പിസോഡ് മികച്ച TRP എല്ലാം തന്നെ നേടിയെടുത്തോ എന്ന് അന്ന് തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നതാണ്. ഇപ്പോഴത്തെ ദിലീപിനെ ചതിച്ചോ ഏഷ്യാനെറ്റും ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറും എന്നൊരു ചോദ്യം വരാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനായിട്ട് കഴിയില്ല. ഒരു പക്ഷേ പവിയെ ഏഷ്യാനെറ്റ് സ്വന്തമാക്കിയിരുന്നെങ്കിൽ കേശു ലാംതനെ പോലെ മികച്ചൊരു TRP ഒരുപാട് ടെലിവിഷൻ സംപ്രേഷണത്തിൽ സിനിമ നേടിയെടുത്തേനെ എന്നാണ് നാം മനസ്സിലാക്കുന്നത്. മനോരമ മാക്സിലൂടെയുള്ള സിനിമയുടെ OTT റിലീസ് മന്ദാകിനിക്ക് ശേഷമായിരിക്കും. കാത്തിരിക്കൂ പവിയുടെ അടുത്ത OTT റിലീസ് അപ്ഡേറ്റുകൾ കേട്ട് കൂടുതൽ ഇതുപോലുള്ള സിനിമാ വാർത്തകൾ കേട്ടും കാത്തിരിക്കൂ.